ഹായ്. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് ചെയ്യാൻ പോണത് എങ്ങനെ നമുക്ക് പൈത്തൺ യൂസ് ചെയ്തിട്ട് MySQL ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഓക്കെ. സോ ഞാൻ ഇവിടെ കണക്ഷൻ ഡോട്ട് പൈ എന്ന് പറഞ്ഞ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു ആൻഡ് ഇമ്പോർട്ട് MySQL ഡോട്ട് കണക്ടർ. ഓക്കെ. സോ MySQL ഡോട്ട് കണക്ടർ എന്ന് പറഞ്ഞ ആ ഒരു മൊഡ്യൂൾ ഞാൻ ഇമ്പോർട്ട് ചെയ്യാണ്. ആൻഡ് അടുത്തതായിട്ട് ഞാൻ ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ആ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഡി ബി വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം, MySQL ഡോട്ട് കണക്ടർ ഡോട്ട് കണക്ട് ഡോട്ട് ഓക്കെ. ആൻഡ് അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാം, ഹോസ്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ലോക്കൽ ഹോസ്റ്റ് ആൻഡ് കോമ യൂസർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് കൊടുക്കാം. അടുത്തത് പാസ്വേഡ് PASSWD ഈക്വൽ ടു എന്താണ് പാസ്വേഡ് അത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ എൻ്റെ കേസിൽ ഹലോ പാസ്വേഡാണ് പാസ്വേഡായിട്ട് ഞാൻ കൊടുത്തു. ഓക്കെ. ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ DB എന്ന് പറഞ്ഞ ആ ഒരു വേരിയബിളിൽ ഒരു വാല്യൂ ഉണ്ട്. സോ അതിന് ഞാൻ പ്രിൻ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. ഓക്കെ. സോ ഇനി ഞാൻ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു എന്ത് കാണാൻ പറ്റും, ഒരു ഒബ്ജക്റ്റ് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള പ്രോഗ്രാം എഴുതാം. സോ ഞാൻ ഡാറ്റാബേസ് ഡോട്ട് പൈ എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് നമ്മുടെ കണക്ഷനിൽ എഴുതിയ എല്ലാ കോഡും ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഒന്ന് ജസ്റ്റ് കോപ്പി ചെയ്ത് ഈ ഡാറ്റാബേസ് ഡോട്ട് പൈ എന്ന് പറഞ്ഞ ആ ഒരു ഫയലിലേക്ക് പേസ്റ്റ് ചെയ്യണം. ഓക്കെ. സോ കാര്യങ്ങളൊക്കെ ഒന്ന് സിമ്പിളാക്കുകയാണ്. ആൻഡ് നമുക്ക് ഈ പ്രിൻ്റ് DB വേണ്ട, അപ്പോൾ അതെടുത്ത് കളയാം. ആൻഡ് നമുക്കിനി വേണ്ടത് ഒരു കഴ്സർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മളൊരു വേരിയബിൾ സെറ്റ് ചെയ്യണം. സോ ഈ ഒരു കേസിൽ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ കഴ്സർ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ. സോ കഴ്സർ ഈക്വൽ ടു ഓക്കെ DB ഡോട്ട്, അതിൻ്റെ സിൻറ്റാക്സ് വരുന്നത് DB ഡോട്ട് കഴ്സർ. ഓക്കെ. ആ ഒരു ഫങ്ഷൻ കോൾ ചെയ്യാണ്. ഓക്കെ. ആൻഡ് ഈ കഴ്സറിലൊരു ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഈ കഴ്സർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. എക്സിക്യൂട്ട് കമാൻഡ് യൂസിങ് കഴ്സർ ഒബ്ജക്റ്റ്. ഓക്കെ. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ ക്വറി എഴുതാം. അതിനായിട്ട് കഴ്സർ ഡോട്ട് എക്സിക്യൂട്ട്. ഓക്കെ. എക്സിക്യൂട്ട് ഫങ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വറീസൊക്കെ പാസ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് അതിൻ്റെ ഉള്ള ഡബിൾ കോഡ്സിൽ ഞാൻ സ്ട്രിങ് ആയിട്ട് ക്വറി കൊടുക്കുകയാണ്. സോ ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ത് ഓക്കെ സ്കൂൾ കൊടുത്തു. ഫൈൻ. ആൻഡ് നമുക്കിനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ ഒന്ന് റൺ ചെയ്ത് നോക്കുമ്പോൾ വേറെ എററൊന്നും കാണിക്കാനില്ല. ഇങ്ങനെ ക്വറി എന്തായിട്ടുണ്ട്, സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ.